പ്രിയരെ, ഇന്ന് ലോകം മുഴുവനും ഗുഡ് ഫ്രൈഡേ അല്ല, നമ്മുടെ നാട്ടിൽ ദുഃഖവെള്ളി എന്ന പേരിൽ ആചരിക്കുന്ന ഒരു ദിവസമാണല്ലോ. എൻ്റെ കുട്ടിക്കാലം മുതലേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. എന്താണ് ദുഃഖവെള്ളി അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ എന്നുള്ളത്? കാരണം നമ്മുടെ കലണ്ടറുകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ദുഃഖവെള്ളി എന്നും, എന്നാൽ മറ്റ് കലണ്ടറുകളിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കലണ്ടറുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഗുഡ് ഫ്രൈഡേ എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്തുകൊണ്ട് ഇത് ദുഃഖവെള്ളി അല്ലെങ്കിൽ സോറോഫുൾ ഫ്രൈഡേയും അല്ല, എന്തുകൊണ്ട് ഇത് ഗുഡ് ഫ്രൈഡേയും എന്ന് അറിയപ്പെടുന്നു? ഈ ഒരു സന്ദേശമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു ബൈബിൾ വാക്യം എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണം ഉള്ളവനായി തീർന്നു. ഇവിടെ കർത്താവായ യേശുക്രിസ്തു അവൻ ദൈവരൂപത്തിൽ ഇരുന്നവനാണ്, അല്ലെങ്കിൽ അവൻ ദൈവമാണ്. ദാസവേഷമെടുത്ത് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. നോക്കൂ, നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ എല്ലാം കാണാൻ സാധിക്കുന്നത് അന്നത്തെ യഹൂദന്മാരായ ആളുകൾ, പ്രത്യേകിച്ച് മതപുരോഹിതന്മാരായ ആളുകൾ, അവരാണ് യേശുക്രിസ്തുവിനെ കൊന്നുകളയുവാൻ തീരുമാനമെടുത്തത്. വാസ്തവത്തിൽ യേശുക്രിസ്തുവിനെ കൊല്ലുക എന്നുള്ളത് യഹൂദന്മാരുടെ തീരുമാനമായിരുന്നെങ്കിലും യേശുക്രിസ്തുവിനെ മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി അർപ്പിക്കണമെന്നുള്ളത് പിതാവായി ദൈവത്തിൻ്റെ തിരുഹിതത്തിലെ പ്രസാദമായിരുന്നു. നമുക്ക് ഉൽപ്പത്തി പുസ്തകം മുതൽ തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ ആ ക്രൂശ് മരണം അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ യാഗം പിതാവായി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷണീയ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ആ ക്രൂശിലെ മരണം മനുഷ്യൻ യേശുക്രിസ്തുവിനെ കൊന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് പിതാവായി ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തമായി അവൻ ഏൽപ്പിച്ചു തന്നു എന്നുള്ളതാണ് നമുക്കവിടെ പ്രധാനമായിട്ടും കാണുവാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ദുഃഖവെള്ളി എന്ന് ആളുകൾ വിളിക്കാൻ കാരണമെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ വിശദീകരിക്കുമ്പോൾ, അതേ 4 സുവിശേഷകന്മാരും അതിനെക്കുറിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായി പറയുന്ന കാര്യമുണ്ട്. യേശുക്രിസ്തു ധാരാളം വ്യഥകൾ ആ ദിവസങ്ങളിൽ അനുഭവിച്ചു. ശാരീരികമായിട്ടുള്ള ക്രൂരമായ ഉപദ്രവങ്ങളിലൂടെ യേശുക്രിസ്തു ആ ദിവസങ്ങളിൽ കടന്നുപോയി. യേശുക്രിസ്തുവിനെ പരസ്യകോലമായി നിർത്തി ആളുകൾ യേശുക്രിസ്തുവിനെ പഴിക്കുകയും നിന്ദിക്കുകയും ദുഷിക്കുകയും ചെയ്തതായ അനുഭവങ്ങൾ നമുക്ക് കാൽവരി ക്രൂശിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തു എൻ്റെ പേർക്ക് യാഗമായി തീർന്നു എന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ യേശുക്രിസ്തു കടന്നുപോയതായ ആ വേദനയുടെ കാര്യങ്ങളോർത്ത് വിലപിക്കുന്ന ഒരു സന്ദർഭമായിട്ട് കുറേ ആളുകൾ ഈ ദുഃഖവെള്ളിയെ കാണുന്നുണ്ട്. എന്നാൽ ഈ ദുഃഖവെള്ളി അവർ അങ്ങനെ കാണുമ്പോൾ തന്നെ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അത് ഉയർപ്പിൻ്റെ ഒരു ഞായറാഴ്ച, റിസറക്ഷൻ സൺഡേ വരുന്നുവെന്നുള്ളത് അവർക്ക് വ്യക്തമായി അറിയാം. ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ആ വെള്ളിയാഴ്ച കൊണ്ട് അവിടെ തീർന്നില്ല. നമുക്ക് ഭാവിയിലേക്ക് നോക്കുവാൻ കഴിയുന്നതായ ഒരു ഉയർപ്പിൻ്റെ ഞായറാഴ്ച കടന്നു വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ദുഃഖത്തിൻ്റെ അനുഭവത്തിൽ പോലും സന്തോഷിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. വളരെ വേദനയോടും വളരെ പ്രയാസത്തോടും കൂടി കടന്നുപോയ യേശുക്രിസ്തുവിന്റെ ശിഷ്യഗണങ്ങൾ ഏതാനും ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ കേട്ടത് ഒരു നല്ല വാർത്തയായിരുന്നു, ഒരു ഗുഡ് ന്യൂസ് ആയിരുന്നു. ആ ഗുഡ് ന്യൂസ് എന്താണെന്ന് നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കല്ലറ തുറന്നിരുന്നു, യേശുക്രിസ്തു അവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതായിരുന്നു ആ ഗുഡ് ന്യൂസ്. എന്തുകൊണ്ട് ഒരു കല്ലറ തുറന്നതും യേശു അവിടെ ഇല്ല എന്ന് ദൂതന്മാർ പറഞ്ഞതും ഒരു ഗുഡ് ന്യൂസ് ആയിട്ട് മാറി, നല്ല വാർത്തയായിട്ട് മാറി? എന്തുകൊണ്ടെന്നാൽ ഒരു ബാഡ് ന്യൂസ് മുമ്പ് ഉണ്ടായിരുന്നു. ആ ബാഡ് ന്യൂസ് എന്ന് പറയുന്നത് യേശുക്രിസ്തു എനിക്ക് വേണ്ടി വേദന സഹിച്ചു, അവൻ ത്യാഗം സഹിച്ചു, എനിക്ക് വേണ്ടി നിന്ദയേറ്റു, ദുഷ്യകളേറ്റു എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ പൊതുവെ ക്രിസ്ത്യാനികൾ ചെയ്യുന്നതായ കാര്യം, അവർ വെള്ളിയാഴ്ച കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ ഓർത്ത് അവർ വിലപിക്കുന്നു, അവർ ദുഃഖിക്കുന്നു. എന്നാൽ അവർക്ക് ഒരു കാര്യം അറിയാം, ഏതാനും ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ഒരു ദിവസം വരുന്നുണ്ട്. അതെ, നമ്മെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിൻ്റെ മരണം നമുക്ക് ഒരു ദുഃഖവാർത്തയാകാൻ പാടില്ല.
അതുകൊണ്ടാണ് നമ്മൾ ദുഃഖവെള്ളി എന്ന് ആചരിക്കുന്നതായ ആ ദുഃഖവെള്ളിയെ മറ്റുള്ളവർ ഗുഡ് ഫ്രൈഡേ ആയിട്ട് കാണുന്നത്. എന്തുകൊണ്ട് അത് ഗുഡായിത്തീരുന്നു? എന്തുകൊണ്ട് നല്ലതായിത്തീരുന്നു? അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭയങ്കരമായ നമ്മുടെ പാപപ്രകൃതിയുടെ ആ ഭീകരത, അതിൻ്റെ ആ ഒരു ഗൗരവം എത്രയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഗുഡ് ഫ്രൈഡേയിലൂടെയാണ്. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഞാൻ മരിക്കേണ്ട സ്ഥാനത്താണ് യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോൾ, നമ്മളിൽ ഉള്ള ആ പാപ സ്വഭാവത്തിൻ്റെയും ആ പാപപ്രകൃതിയുടെയും ആ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. അതിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിൽ നമ്മൾ ദൈവത്തോടെ കരയുകയാണ് ചെയ്യേണ്ടത്. എന്താണ്? ദൈവമേ, എനിക്കൊരു രക്ഷകനെ ആവശ്യമാണ്. എൻ്റെ ഈ പാപപ്രകൃതത്തിൽ നിന്നും എന്നെ വിടുവിക്കുവാൻ ഐ നീഡ് എ സേവിയർ. എനിക്കൊരു രക്ഷകനെ ആവശ്യമാണ്. എവിടെയാണ് എനിക്കുള്ള രക്ഷകൻ? ലോകത്തിൽ എങ്ങു നോക്കിയാൽ എനിക്കും നിങ്ങൾക്കുമുള്ള ഒരു രക്ഷകനെ കണ്ടെത്തുവാൻ കഴിയത്തില്ല. ഒരു പുണ്യ സ്നാനമേറ്റാലോ, ഒരു പുണ്യസ്ഥലം സന്ദർശിച്ചാലോ, മലകൾ കയറിയാലോ, അതേ താഴ്വരകളിൽ ഇറങ്ങിപ്പോയാലോ എനിക്ക് ഒരു രക്ഷകനെയും ഒരു രക്ഷയുള്ള ഒരു സ്ഥലത്തെയോ എനിക്ക് കണ്ടെത്തുവാൻ കഴിയത്തില്ല. വാസ്തവത്തിൽ ലോകത്തിലുള്ള മാനവകുലം രക്ഷകനെ കണ്ടെത്തിയത് യേശുക്രിസ്തുവിലായിരുന്നു. അതിൽ മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ജാതിയില്ല, ഒരു വിഭാഗ വ്യത്യാസമില്ലാതെ എല്ലാവരും യേശുക്രിസ്തുവിലാണ് തങ്ങളുടെ രക്ഷകനെ കണ്ടത്. അതേ യേശുക്രിസ്തു എന്താണ് ചെയ്തത്? എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു ക്രൂശിൽ കയറി. അതേ, അവൻ്റെ കൈകൾ ആ ക്രൂശിൽ വിരിച്ച്, കാലുകൾ ആ ക്രൂശിൽ തറയ്ക്കപ്പെട്ടവനായി, തലയിൽ മുൾക്കിരീടം വയ്ക്കപ്പെട്ടവനായി അവൻ എനിക്കും നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. എന്താണ് അവിടുത്തെ സുവാർത്ത അല്ലെങ്കിൽ ഗുഡ് ന്യൂസ്? യേശുക്രിസ്തു കേവലം മരിക്കുക മാത്രമായിരുന്നില്ല, അവൻ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം എനിക്കായി ഉയർത്തെഴുന്നേറ്റു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെ ഒരു പുലരി അതേ യേശുക്രിസ്തുവിലൂടെ എനിക്ക് ലഭ്യമാണ് എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനമാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഈ ഒരു പ്രത്യാശയും സന്തോഷവും നൽകുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇനി പാപത്തിൻ്റെ ചുമടുമായി ഭാരപ്പെട്ട് മുന്നോട്ട് നീങ്ങേണ്ട ആവശ്യമില്ല. യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ ലഭ്യമാണ്. എങ്ങനെയാണ് നമുക്കത് പ്രാപിക്കാൻ സാധിക്കുന്നത്? യോഹന്നാൻ 3:16 ഇപ്രകാരം പറയുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു. ആ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് താഴ്മയായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നിനക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. യേശുക്രിസ്തുവിലൂടെ മാത്രമേ നിനക്ക് സമാധാനം ലഭിക്കത്തുള്ളൂ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ, ഭൂമിക്ക് മീതെ, മനുഷ്യരുടെ നടുവിൽ അതേ യേശുവല്ലാതെ മറ്റൊരു നാമവുമില്ല. അതുകൊണ്ട് ഈ ദുഃഖവെള്ളിയും അതേ കടന്നു വരാൻ പോകുന്ന ഈസ്റ്ററും ഘോഷിക്കുന്നതായ വലിയ സത്യം, യേശുക്രിസ്തു നിനക്കായി ക്രൂശിൽ മരിച്ചുവെന്നും അതിനാൽ നിനക്കിനി പാപങ്ങളുടെ ശിക്ഷയില്ല, യേശുക്രിസ്തു നിനക്ക് വേണ്ടി ക്രൂശിൽ ആ ശിക്ഷകൾ മുഴുവൻ ഏറ്റുവെന്നും വിശ്വസിക്കുന്നതിലൂടെ നിനക്കും ഈ ഒരു അനുഭവം പ്രാപിക്കാൻ സാധിക്കുമെന്നും അതേ ദൈവത്താൽ തന്നെ ഒരു പുതുപുലരിയുടെ പ്രതീക്ഷകൾ, അതേ ദൈവമൊരുക്കുന്നതായ ഒരു ശുഭപ്രതീക്ഷയുള്ള ഭാവി ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് എന്നുള്ളതുമാണ് ഈ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട സന്ദേശം. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരം കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നോടൊപ്പം പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ ദൈവവചന ഭാഗങ്ങൾ അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് സംസാരിക്കാവുന്നതാണ്. എന്ന് മാത്രമല്ല, എല്ലാ ദിവസവും പ്രഭാതത്തിൽ 5 മണിയാകുമ്പോൾ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മാറ്റമില്ലാത്ത പാഠങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അതേ മോർണിംഗ് ഡ്യൂ ബൈബിൾ ഡിവോഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. ലോകം മുഴുവനും ഗുഡ് ഫ്രൈഡേയും അതേ ഈ ഞായറാഴ്ച ഈസ്റ്ററും ആഘോഷിക്കുമ്പോൾ അതിൻ്റെ സന്ദേശം എന്താണ് എന്നുള്ളത് ഇന്ന് ഞങ്ങൾക്ക് ബോധ്യമാക്കിയതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ സമയം
യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുവെന്ന് ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച് അതേ യേശുക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിപ്പാനും ദൈവം ഒരുക്കുന്നതായ ആ നിത്യത്തിലേക്ക് കടന്നു ചെല്ലുവാനും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.